നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചിയിൽ 2 പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ആക്രമിച്ചത് യുവാക്കളായ 6 പേരുണ്ട്. അതിൽ 2 സ്ത്രീകളുണ്ട്. ഒക്കെ വിദ്യാർത്ഥികളാണോ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കാം. കാരണം എല്ലാവർക്കും 30 വയസ്സിൻ്റെ താഴോട്ടേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റി ആ പെൺകുട്ടിയുടെ സുഹൃത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ആക്രമിച്ചത് എന്താണെന്ന് വെച്ചിട്ട്. ഈ ആക്രമിക്കാൻ കാരണം ഇവർ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് പാർട്ട് ടൈമായിട്ടുള്ള ജോലിയുണ്ട്. അപ്പോൾ കോളേജ് പഠിത്തം കഴിഞ്ഞ് വേറെന്തോ കോഴ്സിനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരത്ത് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. രാത്രി പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് രാവിലെ 4-4:30 ചിലപ്പം വരുന്നത്. അപ്പോൾ അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരങ്ങോട്ട് നടന്നു പോണ വഴിക്ക് എറണാകുളത്ത് കലൂരാണ് സംഭവം. കലൂര് പിന്നെ ഇവർ പോകുന്ന റോഡിൽ, ആ പോകുന്ന റോഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ റോഡിൽ വെച്ചാണ് ആക്രമണം. 4:30 സമയമാണ്. അപ്പോൾ 4:30 സമയത്ത് അവിടെ ചെന്നു. അപ്പോൾ ഇവർ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് 6 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട് ഇതിൽ. അപ്പം ഇവർ എന്താ വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ ഞരമ്പ് രോഗികൾ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം ഇവർ മോശമായിട്ടുള്ള കമൻറ്റ് അടിക്കുകയും ചെയ്തു. അതിന് പ്രതികരിച്ചപ്പം അവരെ ആക്രമിച്ച് മാത്രമല്ല, അതിലൊരു പെൺകുട്ടിയുടെ പിന്നെ ഈ ഡ്രസ്സൊക്കെ വലിച്ചു കീറുന്ന ഒരു സന്ദർഭം തന്നെ. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇവിടെ മുറിവുണ്ട്. അപ്പോൾ സംഭവം ഇത് തന്നെയാണ് സംഭവം. ഇവരെ എങ്ങനെയും നശിപ്പിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു പിടുത്തമാണ് പിടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ അവർ ആ സമയത്ത് ശക്തമായിട്ട് പ്രതിരോധിച്ച സമയത്ത് അവരെ ആക്രമിച്ചു. 2 ആളെ ആക്രമിച്ചിട്ടുണ്ട്. 2 ആളെയും നല്ല 2 പെൺകുട്ടികളെ നല്ല ഉപദ്രവിച്ചു. ഒരു പെൺകുട്ടിയുടെ നില ലേശം ഗുരുതരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ മോശമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഇപ്പോൾ സതീശൻ്റെ പോലീസ് ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പം എന്തായാലും സതീശൻ സാർ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം അന്വേഷിക്കാൻ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ, അതായത് അവരെ ടോർച്ച് ചെയ്യുന്ന രീതിയിൽ, അവരെ താറടിക്കുന്ന രീതിയിലൊരു സംസാരം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4 മണിക്ക് 4:30 എങ്ങോട്ടാണ് പോയത്, നിങ്ങൾ ഈ ഡ്രസ്സാണ് പിന്നെ ഇട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കേണ്ട ഒരു വർത്തമാനമല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പോൾ ഇവർ അവിടുന്ന് ആക്രമണത്തിനിരയായതിനു ശേഷം പിന്നെ മറ്റേ പെൺകുട്ടീനെ ആക്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെ ആക്രമിക്കുന്ന മറ്റേ പെൺകുട്ടി വീഡിയോ പിടിച്ചു. ആ പെൺകുട്ടിയെ വീഡിയോ പിടിച്ചപ്പോൾ ആ മൊബൈൽ പിടിച്ച് വാങ്ങി തറയിൽ എറിഞ്ഞ് പൊട്ടിക്കുകയും അതിന് ശേഷമാണ് ഇവർ ഈ ജാതി കാട്ടാളത്തം കാണിച്ചത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാർക്ക് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു പോലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംരക്ഷകരാണ്. നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഒരു വീട്ടിൽ എന്തെങ്കിലും ആക്രമമോ അല്ലെങ്കിൽ ഒരു കള്ളം കയറി കഴിഞ്ഞാലോ അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഓടിച്ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആ പോലീസുകാരെ സംരക്ഷിക്കുന്നവർ തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് എത്രയെങ്കിലും വിഷമം ഉണ്ടാവും. വളരെ മോശപ്പെട്ട രീതിയിൽ ചോദിച്ചാണ് പോലീസുകാരൻ. കാര്യം ചെയ്യാൻ പാടില്ല. അതിൽ നിന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥന് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആക്രമിക്കുന്ന വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി വർത്തമാനം പറയാം. ഇതാണ് ദൃശ്യങ്ങൾ. പ്രതികൾ പിന്നീട് അക്രമത്തിന് ശേഷം പോകുന്ന ദൃശ്യങ്ങളാണ്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഇത് എന്താണ് സംഭവം? പോലീസ് ഈ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? പോലീസിനെതിരെയും ആരോപണം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണല്ലോ സാഹചര്യം. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? സജിത്ത്, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കലൂരിന് സമീപമുള്ള ചക്കാലംപറമ്പ് എന്ന റോഡിൽ 2 പെൺകുട്ടികൾ, 20ഉം 21ഉം വയസ്സായിട്ടുള്ള 2 പെൺകുട്ടികൾ, അവർ മഹാരാജാസ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. പകല് മറ്റൊരു കോഴ്സും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും സമാനമായ രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടയിലാണ് മറ്റു ഒരു കൂട്ടം യുവാക്കളും 2 യുവതികളും ഉണ്ടായിരുന്നു. ആ സംഘം ഈ പെൺകുട്ടികൾക്ക് നേരെ, ഈ നടന്നു വന്ന 2 പെൺകുട്ടികൾക്ക് നേരെ മോശം കമൻറ്റുകൾ പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ അടിച്ചതിന് ശേഷം ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി അത് തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു. പിന്നീട് ഈ മറ്റൊരു പെൺകുട്ടിയെ തറയിൽ തള്ളി
കെട്ടിയിട്ട ശേഷം കാലുകൊണ്ട് നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായ മർദ്ദനമാണ് ഈ 2 പെൺകുട്ടികൾക്കും ഏറ്റത്. ഈ പെൺകുട്ടികളുടെ നിലവിളി കേട്ടുകൊണ്ട് ഈ യുവാക്കളും, ഈ 8 പേരടങ്ങുന്ന സംഘത്തിൽ 2 പെൺകുട്ടികളുമുണ്ട്, ഇവർ 8 പേരും ചിതറി ഓടി. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം പെൺകുട്ടികൾ യൂബർ വിളിച്ച് തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടയിൽ സ്വാഭാവികമായും ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ ഒരു ഇൻഫർമേഷൻ നൽകിയത്. നോർത്ത് പോലീസായിരുന്നു മൊഴിയെടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയത്. ആ സമയത്താണ് പെൺകുട്ടികളോടുള്ള ചോദ്യങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പോലീസ് ചോദിച്ചത് ഈ സമയത്ത്, അതായത് പുലർച്ചെ 4 മണിക്ക് എവിടെ പോവുമായിരുന്നു, എന്ത് ആവശ്യത്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയത്, ഒപ്പം ഈ വസ്ത്രമാണോ ധരിച്ചിരുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. എന്തായാലും നോർത്ത് പോലീസിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി പെൺകുട്ടികൾ മടങ്ങിയിട്ടുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറയരുതെന്നൊരു അഭ്യർത്ഥന കൂടി നിലനിൽക്കുന്നതിനാലാണ് നമ്മൾ മറ്റ് വിശദാംശങ്ങളൊന്നും നൽകാത്തത്. എന്തായാലും ഈ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന CCTVകളിൽ തന്നെ 8 പേരെ നമുക്ക് കാണാം. അതിൽ 2 പെൺകുട്ടികളുമുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. ഏകദേശം ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ 8 പേർക്കെതിരെയും പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ യുവാക്കൾ എവിടെയുള്ളതാണ്, അവരെന്തിനാണ് ഈ സംഘം ചേർന്ന് നിന്നത്, എന്താണ് ഈ പെൺകുട്ടികളോട് പറഞ്ഞത്? കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. അപ്പം ഇത് VD സതീശൻ സാർ ഒന്ന് അറിയേണ്ട കാര്യമാണ്. പണ്ടെന്നല്ല, ഈ കഴിഞ്ഞ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ നമ്മുടെ പിണറായി വിജയൻ സാർ അധികാരത്തിലിരുന്ന സമയത്ത് അദ്ദേഹത്തിനില്ലാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പോലീസാണ്, അത് അങ്ങനെ തന്നെ അന്വേഷിക്കത്തുള്ളൂ. ചില ഈ വയസ്സായ ഈ കുഴിയിലോട്ട് കാല് വെച്ച് മരിക്കാറായിരിക്കുന്ന തള്ളച്ചിമാർ, അമ്മച്ചിമാർ വരെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, എല്ലാവരും ഇപ്പോൾ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല, ഞാനിപ്പോൾ ഫുള്ളി ക്ലിയറാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് ഇങ്ങനെ വിമർശിച്ച ആളുകൾ ഇന്ന് ഇതിനെപ്പറ്റി വിമർശിക്കാതെ എന്താണ്? അന്ന് ഒരുപാട് ആളുകൾ, നാട്ടുകാർ തന്നെ പിന്നെ വിമർശിക്കുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക്, പിണറായി വിജയൻ സാർ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് കരിങ്കോടി കാണിക്കാൻ ഒരു വട്ടം ആളുകൾ. അപ്പോൾ ഇത് സതീശൻ സാർ നിങ്ങളിത് മനസ്സിലാക്കി ഇതിന് വേണ്ട രീതിയിലുള്ള, തക്കതായ രീതിയിലുള്ള നടപടി എടുക്കാൻ തീരുമാനിക്കുക. എറണാകുളം SHO പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥൻ്റെ പേരിലും അന്വേഷണം ഉണ്ടാവും. അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം ഹോസ്പിറ്റലിൽ ഇവർ ഈ ആക്രമണത്തിന് ഇരയായ 2 പെൺകുട്ടികൾ ഒരു ടാക്സി ഊബർ എന്തോ പിടിച്ചിട്ട്, ഊബർ ഓട്ടോറിക്ഷയാണോ കാറാണോ എന്താണെന്നുള്ള അറിയത്തില്ല, അതിന് നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ നേഴ്സുമാരായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങനെ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പറഞ്ഞിട്ടാണ് പോലീസുകാർ വരുന്നതും മൊഴിയെടുക്കുന്നതും. അപ്പോൾ അങ്ങനെ മൊഴിയെടുക്കുന്നതിൽ പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ആർക്കായാലും ഒരു ഫീലിംഗ് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മന്ത്രിമാരിപ്പം പിന്നെ അത്ര തികഞ്ഞ മന്ത്രിമാരൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ രീതിയിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും വേഗം നിങ്ങൾ സതീശൻ സാർ ഇതൊന്ന് എത്രയും വേഗം പോലീസ് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തുക, അല്ലെങ്കിൽ സാറ് തന്നെ നേരിട്ട് ഇതിൻ്റെ ഉള്ളൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതുപോലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത, കൊച്ചിയിൽ നിന്നല്ല എവിടെ ആയാലും, കൊച്ചിയിൽ ലേശം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്ത് പോയാൽ അവിടെ ഉണ്ടാവും, ഇപ്പോൾ കോഴിക്കോട് പോയാൽ അവിടെ ഉണ്ടാവും, മലപ്പുറത്ത് പോയാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇനി കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോ പിന്നെ ചെന്നൈയിലോ ഒക്കെ പോയി അവിടെയൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ ചോദിക്കുമ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം. കാരണം വെച്ചാൽ പിണറായി വിജയൻ സാറിനെ വിമർശിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാവർക്കും ഈ വരുമ്പം ഓരോ മന്ത്രിമാർ വരുമ്പോൾ അവരുടെ പോലീസുകാരായിട്ട് വരും. അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല ആളുകളും ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ആളുകളും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ മറ്റുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കൊരു പിന്നെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരാപത്തായിട്ട് ഈ 2 പെൺകുട്ടികളല്ല ആരായാലും, ഒരു മനുഷ്യന് ഒരു ആപത്തിൽ പെട്ട് കിടക്കുമ്പോൾ നിങ്ങളെന്തിനാ ആ വഴി പോയത്?
അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണോ, അതൊന്നും ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഡ്രസ്സ് ഏതോ ആയിക്കോട്ടെ, അവർ പോയത് എന്തിനാണെന്നോ, പിന്നെ അവർ ഞാൻ പറഞ്ഞില്ല പാർട്ട് ടൈം ജോലി ചെയ്യുന്ന 2 പെൺകുട്ടികളാണ്. അപ്പം ഇത് ന്യൂസ് 8 നിന്ന് കിട്ടിയൊരു വാർത്തയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് തക്കതായ നീതി ലഭിക്കണം. ഈ പ്രതികൾ 8 ആളുകളുണ്ട്, 2 പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ നോക്കി നിൽക്കുമായിരുന്നു. ഈ പെൺകുട്ടികൾക്കെങ്കിൽ അതിൽ ഇടപെട്ടിട്ട് അവരെ പിടിച്ചു മാറ്റായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇവരും ഈ പെൺകുട്ടികൾ ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തമായ അഭിപ്രായം. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര പേടിക്കേണ്ടിയിരുന്നില്ല, പഴയ കാലത്തൊന്നും ഇത്ര പേടിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ബലാത്സംഗവും പീഡനവും അതും ഇതുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലമാണ്. കാരണം ഇങ്ങനത്തെ ഞരമ്പന്മാർ ഇറങ്ങി നടക്കുന്ന സമയമാണ്. ഇവർക്ക് ഈ വീട്ടിൽ കടന്നാലും അല്ല കോളേജിൽ കടന്നുറങ്ങിയാലും ഉറക്കം വരത്തില്ല, വീട്ടിൽ പോയാലും അവിടെ കടന്നാലും ഉറക്കം വരത്തില്ല. കാരണം ഇങ്ങനെ കഴപ്പ് മൂത്ത് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചകത്തിടാൻ എന്തെങ്കിലും ഒരു സംവിധാനം സതീശൻ സാർ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഇവരൊന്നും പുറത്തു വിടരുത്. അതേപോലെ തന്നെ എറണാകുളം SHO പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഈ കേസ് മൊഴി എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പെൺകുട്ടികളെ ഇപ്പം സമാധാനിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അവരെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിടുക, ഡിസ്ചാർജ് ആകുമെന്നൊന്നും അറിയത്തില്ല. അവരുടെ ഒരാൾക്ക് ലേശം സീരിയസ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ജാതി ഉപദ്രവമാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. വെറും കാട്ടാളത്തമാണ്, വെറും പോക്കിർത്തരേ നടക്കുന്നുള്ളൂ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നും പറഞ്ഞിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ബാംഗ്ലൂരോ കർണാടകയിലോ ഒന്നും ഇങ്ങനെ തമിഴ്നാട്ടിലോ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു ബാംഗ്ലൂർ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര ആക്രമണമാണ്. അതുപോലെ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വളരെ തട്ടിപ്പാണ്, പൈസ പിടുങ്ങും, മറ്റേത് പിടുങ്ങും, മറിച്ച് പിടുങ്ങും, ഇത്ര തട്ടും അത്ര തട്ടും. ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ പുറത്ത് ഇപ്പോൾ ആരുടെയും തട്ടിപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയും, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് ഈ വൃത്തികളൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? എന്ത് പോക്കിർത്തരം ആർക്കും ചെയ്യാവുന്ന ഒരു ലൈസൻസ് ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ ശരിക്കും ഗൾഫ് നിയമമൊക്കെ ശരിക്കും ഇവിടെ വരണം. ഇവരെയൊക്കെ വെട്ടിവെച്ച് അവിടെ ഇടുക തന്നെ. പിന്നെ ഇവരെ എഴുന്നേക്കരുത്. എന്തായാലും 8 ആളെ കണ്ടാൽ തിരിച്ചറിയുന്ന പെൺകുട്ടികളടക്കം 8 ആളുണ്ടായി, 8 ആളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഈ പെൺകുട്ടികൾക്ക് അറിയാം, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് ആളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് അന്വേഷണം ഇവരെ കൊണ്ടുപോയി തെളിവെടുപ്പിനായിട്ട് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ പിടിച്ചാൽ പെട്ടത് തന്നെ കേട്ടോ. ഈ പെൺകുട്ടികളടക്കം പെടും. കാരണം പെൺകുട്ടികളും ഇതിൽ ക്രിമിനലില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഒച്ച ഉണ്ടാക്കിയിട്ട് അല്ല അത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു മാറ്റായിരുന്നു. എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ? ശരി, എന്ന് നിർത്തുന്നു പോയി. ഓക്കെ.